ഫ്രണ്ട്സ്, കല്ലൂസ് റെസ്റ്റോറൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇപ്പോഴത്തെ ജീവിതശൈലി വെച്ച് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കുക എന്നുള്ളത്, അല്ലേ? അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കാർ ഡ്രൈവിംഗ് ട്യൂട്ടോറിയലാണ്. ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർ ഓടിച്ച് പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണം. എങ്കിലേ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ആദ്യമേ തന്നെ നമ്മൾ ഓടിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്ന വാഹനത്തെക്കുറിച്ച് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതിനെക്കാട്ടി പ്രധാനമായിട്ടും വേണ്ടത് എന്താണെന്നറിയോ? സെൽഫ് കോൺഫിഡൻസ്. ഇതുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടുത്ത് നമുക്ക് പയറ്റി നിൽക്കാൻ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റത്തില്ല. ടെൻഷൻ അടിച്ചും കെയർലെസ് ആയിട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാര്യം പഠിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ആദ്യമേ മൈൻഡിനെ പറഞ്ഞ് സെറ്റാക്കി നമുക്കിത് കഴിയും എന്ന് നമ്മളെ മനസ്സിൽ തന്നെ പറഞ്ഞ് റെഡിയാക്കിയിട്ട് മാത്രമേ ഈ ഒരു കാര്യത്തിന് ഇറങ്ങാവൂ. ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ടൊന്നും അല്ല കേട്ടോ ഡ്രൈവിംഗ് പഠിച്ചത്. എനിക്ക് എൻ്റെ ചേട്ടന്മാരാണ് പഠിപ്പിച്ചു തന്നത്. ഇഷ്ടം പോലെ അടിയും വഴക്കൊക്കെ കിട്ടിയിട്ടാണ് ഇതുവരെ എത്തിയിട്ടുള്ളത്. ബസ് ഓടിക്കാൻ പഠിച്ചത് ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ടാണ്. വർക്കലയുള്ള ദേവു ഡ്രൈവിംഗ് സ്കൂളിലാണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത്. രാജേഷ് മാസ്റ്ററാണ് എന്നെ പഠിപ്പിച്ചത്. ഒരുപാട് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇത് 2011 മോഡൽ സ്വിഫ്റ്റ് ആണ്. ഇതാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. വണ്ടി കയറി ഇരുന്ന് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. ഡ്രൈവിംഗ് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇതിൻ്റെ സീറ്റിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ ഒരു ലിവറാണ്. ഇതിൽ പിടിച്ച് പൊക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടോ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കംഫർട്ടബിളിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ചാരുന്ന ഭാഗവും ഇങ്ങനെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നമുക്ക് ഫ്രണ്ട് പോർഷൻ നമുക്ക് നല്ലതുപോലെ വിസിബിൾ ആവുന്നതനുസരിച്ച് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചെയ്യേണ്ടത് മിറർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ രണ്ട് സൈഡിലും ഈ മധ്യത്തുമായിട്ട് മിറർ കാണും. ഈ 3 മിററും നമുക്ക് ബാക്ക് സൈഡും എല്ലാം നല്ലതുപോലെ ക്ലിയർ ആയിട്ട് കാണുന്ന രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ 3 മിററും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ചിലരൊക്കെ കണ്ടിട്ടില്ലേ 2 സൈഡ് മിററൊക്കെ അകത്തോട്ടൊക്കെ ആക്കിയിട്ടൊക്കെ ഡ്രൈവ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ 3 മിറർ ഇല്ലാതെ എനിക്ക് ഓടിക്കുന്ന കാര്യേ കഷ്ടമാണ്. നമ്മളങ്ങനെ ഓടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ 3 മിററിൽ നോക്കിയിട്ടേ നമ്മൾ വണ്ടി ഓടിക്കത്തുള്ളൂ. അങ്ങനെ ആയിരിക്കും. ഇതാണ് സ്റ്റിയറിംഗ്. അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണല്ലോ. റൈറ്റിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലോട്ട് പോവും, ലെഫ്റ്റിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലോട്ട് പോകും. എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ടയറിന്റെ പൊസിഷൻ നോക്കണം. നമ്മൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ടയർ സ്ട്രെയിറ്റ് ആണോ എന്ന് നോക്കണം. എങ്കിലേ സ്റ്റിയറിംഗ് സ്ട്രെയിറ്റ് ആവത്തുള്ളൂ. നമ്മുടെ ഇങ്ങനെ ഒരു സിമ്പൽ ഉണ്ട്. ഈ ഒരു സിമ്പൽ ഇതിങ്ങനെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആണ് ഇരിക്കുന്നതെങ്കിൽ ടയർ സ്ട്രെയിറ്റ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇങ്ങനെ നോക്കിയാൽ മതി. ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ടയർ സ്ട്രെയിറ്റ് ആണോ എന്നാണ്. ഇത് ഹാൻഡ് ബ്രേക്ക്, ഇത് ഗിയർ, ഇതെല്ലാം നമ്മുടെ കയ്യിൽ വരുന്ന കാര്യങ്ങളാണ്. സ്റ്റിയറിങ്, ഹാൻഡ് ബ്രേക്ക്, ഗിയർ എല്ലാം കയ്യിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മുടെ കാലിൽ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് നോക്കാം. ഇനി ഇത് ആക്സിലേറ്റർ, ഇത് ബ്രേക്ക്, ഇത് ക്ലച്ച്. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് ഇത് ആക്സിലേറ്റർ, എ ബി ബ്രേക്ക്, ഇത് സി ക്ലച്ച്. ABC എന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി ഫ്രണ്ടിലോട്ട് പോവും. ബ്രേക്ക് ചെയ്യുമ്പോൾ വണ്ടി അവിടെ നിൽക്കും. പിന്നെ ഇത് ക്ലച്ചിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ നമുക്ക് ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യം കൂടെ നോക്കണം. വണ്ടി ഓടിച്ച് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ടഫായിട്ട് തോന്നുന്നത് ഗിയർ ചേഞ്ച് ചെയ്യാനാണ്. അത് എപ്പോഴാണ് ചേഞ്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ്, ഇതൊക്കെ ആകെ കൺഫ്യൂഷൻ ആയിപ്പോൾ. ഇതിനൊരു കറക്റ്റ് മെത്തേഡുണ്ട്.
അത് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇത് സിമ്പിളാണ്. ഇതിനൊരു മെത്തേഡ് ഉണ്ട്. അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഗിയർ ഷിഫ്റ്റിംഗ് സിമ്പിളാണ്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വണ്ടിയും ഓട്ടോമാറ്റിക് ആണ്. എനിക്ക് പക്ഷെ മാനുവലാണ് ഇഷ്ടം. മാനുവലാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇതാണ് ഗിയർ ലിവർ. ഇപ്പം ന്യൂട്രലാണ് കിടക്കുന്നത്. വണ്ടി എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വണ്ടി ന്യൂട്രലാണോ എന്ന് നോക്കണം. ഇതിപ്പോൾ ഈ സെൻറ്ററിലുള്ള ഇത്രയും സ്പേസ്, ഈ സെൻറ്ററിലാണെങ്കിൽ നമ്മൾ ഇത്രയും ഈ ഗിയർ ലിവർ ഇത്രയും മൂവ് ആവത്തുള്ളൂ. ഗിയറിലാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ വണ്ടി ഈ ലിവർ ഇത്രയും മൂവ് ആവത്തില്ല. ഇപ്പോൾ ഈ സെൻറ്ററിൽ കിടക്കുന്ന ഇതിപ്പോൾ ന്യൂട്രലാണ്. ഇതിൽ തന്നെ നമ്മൾക്ക് സിമ്പിൾ ഇങ്ങനെ കാണാം. അതുപോലെ അങ്ങ് ഫോളോ ചെയ്താൽ മതി. ക്ലച്ച് ചവിട്ടി കൊടുക്കണമെന്നേ ഉള്ളൂ. ക്ലച്ച് ഇങ്ങനെ ഫുള്ള് ചവിട്ടി താക്കുക. അങ്ങറ്റം തള്ളി മുകളിലോട്ട് ഫസ്റ്റ്, അതുപോലെ അങ്ങറ്റം തള്ളി താഴോട്ട് സെക്കൻഡ്, പിന്നെ കൈ തളർത്തിയിട്ട് ഇങ്ങനെ ഇത് ന്യൂട്രലാണ് വീഴുന്നത്. ഇത് ഇവിടെ നിന്ന് സ്ട്രെയിറ്റ്, നേരെ സ്ട്രെയിറ്റ് തേർഡ്. അതുപോലെ തന്നെ കൈ തളർത്തി താഴോട്ട് ഫോർത്ത്, പിന്നെ ഇങ്ങറ്റം സ്റ്റിയറിങ്ങിനോട് ചേർത്ത് മുകളിലോട്ട് ഫിഫ്ത്ത്, സ്റ്റിയറിങ്ങിനോട് ചേർത്ത് താഴോട്ട് റിവേഴ്സ് ഗിയർ. പിന്നെ റിവേഴ്സ് ഗിയറും കൂടെ കൂട്ടി മൊത്തം 6 ഗിയേഴ്സ് ആണുള്ളത്. ഇതാണ് അതിൻ്റെ ഒരു മെത്തേഡ്. ക്ലച്ച് ചവിട്ടുക, അങ്ങറ്റം ചേർത്ത് ഫസ്റ്റ് ഇടുക, അതുപോലെ വീണ്ടും ക്ലച്ച് ഫുള്ള് ചവിട്ടി താത്തി താഴോട്ട് സെക്കൻഡ്, കൈ തളർത്തി ക്ലച്ച് ചവിട്ടി സ്ട്രെയിറ്റ് തേർഡ്, അതുപോലെ തന്നെ താഴോട്ട് ഫോർത്ത്, ഇങ്ങറ്റം ചേർത്ത് ഫിഫ്ത്ത്, ഇങ്ങറ്റം ചേർത്ത് റിവേഴ്സ്. ഇതിത്രയാണ്. ഇതിപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ സിമ്പിളാണ്. എപ്പോഴും ക്ലച്ച് ചവിട്ടുമ്പോഴത്തേക്ക് പാദം, കാലിൻ്റെ പാദം കൊണ്ട് വേണം ക്ലച്ച് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ഇങ്ങനെ ഉപ്പൂറ്റി ഇങ്ങനെയൊന്നും പ്രസ് ചെയ്യരുത്. എപ്പോഴും ഈ കാലിൻ്റെ പാദമാണ് യൂസ് ചെയ്യേണ്ടത്. ആക്സിലേറ്റർ കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ കാലിൻ്റെ പാദം എപ്പോഴും നമ്മൾ പതിയെ ഇങ്ങനെ ക്ലച്ച് ചവിട്ടുമ്പോഴത്തേക്ക് ഫുള്ളിങ്ങനെ ചവിട്ടി താത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ബ്രേക്ക് കൊടുക്കുമ്പോഴത്തേക്ക് പതിയെ ബ്രേക്ക് കൊടുക്കാവുള്ളൂ. പതിയെ നമ്മൾ ബ്രേക്ക് ചവിട്ടാവുള്ളൂ. ഒറ്റ കുത്തിനുള്ള ചവിട്ടരുത്. ഞാൻ ആദ്യമൊക്കെ ചെരുപ്പിടാതായിരുന്നു വണ്ടി ഓടിച്ച് പഠിച്ചത്. ചെരുപ്പിടാതെ ഓട്ടിച്ച് പഠിച്ച് പണി കിട്ടിയ ഒരാളാണ് ഞാൻ. പിന്നെ ബസ്സൊക്കെ ഓടിക്കാൻ നേരത്ത് നല്ല ബുദ്ധിമുട്ടായിരുന്നു ചെരുപ്പിടാതെയൊക്കെ ഓടിക്കുന്നത്. അതുപോലെ തന്നെ ലോങ് ഒക്കെ പോകുമ്പോൾ ചെരുപ്പിടാതെ ഓടിച്ച് പോവുകയാണെങ്കിൽ എൻ്റെ കാലിൻ്റെ പാദത്തിൻ്റെ അവൊക്കെ ഇങ്ങനെ പൊട്ടുമായിരുന്നു. അപ്പോൾ പിന്നെ പതിയെ ഞാനിപ്പോൾ ചെരുപ്പിട്ട് ഓടിച്ച് ശീലമായി. ഇപ്പോൾ ചെരുപ്പിട്ട് എനിക്ക് ഓടിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, ചെരുപ്പിടാതെ വണ്ടി ഓടിച്ച് പഠിക്കരുത്. എപ്പോഴും ചെരുപ്പിട്ട് തന്നെ ഓടിച്ച് പഠിക്കാൻ. ഒരു ഗിയർ ഷിഫ്റ്റിംഗ് മെത്തേഡ് പഠിച്ചു വെച്ചിരുന്നാൽ നിങ്ങൾക്ക് സിമ്പിളാണ്. അതായത് സ്റ്റിയറിങ്ങിന് നേരെ ഓപ്പോസിറ്റ് അങ്ങറ്റം ചേർത്ത് ഫസ്റ്റ്, അങ്ങറ്റം ചേർത്ത് സെക്കൻഡ്, അതുപോലെ തന്നെ സ്ട്രെയിറ്റ് തേർഡ്, നേരെ സ്ട്രെയിറ്റ് താഴോട്ട് ഫോർത്ത്, സ്റ്റിയറിങ്ങിനോട് ചേർത്ത് മുകളിലോട്ട് ഫിഫ്ത്ത്, താഴോട്ട് റിവേഴ്സ്. ഓരോ വട്ടം ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തും ക്ലച്ച് പ്രസ് ചെയ്യാൻ മറക്കരുത്. ക്ലച്ച് ചവിട്ടി വേണം ഓരോ വട്ടവും ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ. ഇത്ര കാര്യം മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ന്യൂട്രൽ ആണോ എന്ന് നോക്കണം. വണ്ടി ന്യൂട്രൽ ആണോ എന്ന് നോക്കിയതിന് ശേഷമേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ആദ്യമേ നമുക്ക് കീ ഇട്ട് കൊടുക്കാം. കീ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിരിക്കുക. പിന്നെ ഒന്നുകൂടെ തിരിക്കുക. ഒന്നുകൂടെ തിരിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ ലൈറ്റ് കത്തും. ഇതിൻ്റെ ഓരോ വാർണിംഗ് ലൈറ്റാണ് ഈ കത്തിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഈ ലൈറ്റ് കത്തി ഒരു സൗണ്ടുണ്ട്. ഒരു സൗണ്ട് കേൾക്കും. ആ സൗണ്ട് നിന്നതിന് ശേഷം മാത്രമേ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. ജസ്റ്റ് ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് വണ്ടി സ്റ്റാർട്ടാവും. സ്റ്റാർട്ടായതിന് ശേഷം ക്ലച്ച് ചവിട്ടുക. ക്ലച്ച് നല്ലതുപോലെ ചവിട്ടി താക്കുക. അത് കഴിഞ്ഞതിന് ശേഷം വണ്ടി ഇത് ന്യൂട്രലാണ് കിടക്കുന്നതെന്ന് നല്ലോണം നോക്കണം. ഇപ്പോൾ വണ്ടി ന്യൂട്രലായതിന് ശേഷം അങ്ങറ്റം തട്ടി ഫസ്റ്റ് ഇട്ട് കൊടുക്കുക.
അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് നമ്മൾ കാല് പതിയെ റിലീസ് ചെയ്ത് കൊടുക്കണം. ബിഗിനേഴ്സിനെല്ലാം ഭയങ്കര ഒരു സമയത്തെ ടെൻഷൻ കൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ കാല് റിലീസ് ചെയ്ത് കൊടുക്കും. അപ്പൊ വണ്ടി ഇങ്ങനെ ഇടിച്ച് നിൽക്കും. അപ്പോൾ വണ്ടി ഓഫ് ആയി പോവും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഫസ്റ്റ് ഇട്ടതിന് ശേഷം കാല് പതിയെ റിലീസ് ചെയ്യുക. കാല് പതിയെ റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് വണ്ടി ഇങ്ങനെ നമ്മൾ ആക്സിലേറ്റർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. വണ്ടി ഇങ്ങനെ മൂവ് ആവും. വണ്ടി ഇങ്ങനെ മൂവ് ആവുമ്പോഴത്തേക്ക് ജസ്റ്റ് ബ്രേക്ക് ചെയ്യുക. അപ്പോഴേ കാലെടുത്ത് ബ്രേക്കിൽ കൊടുക്കുക. അപ്പൊ വണ്ടി നിൽക്കും. വീണ്ടും ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് കാല് പതിയെ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് പതിയെ കാല് റിലീസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് വണ്ടി മൂവ് ആവും. മൂവ് ആകുമ്പോൾ വീണ്ടും ബ്രേക്ക് കിട്ടുക. അതുപോലെ തന്നെ ഇങ്ങനെ ക്ലച്ച് പതിയെ ഇങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ വണ്ടി വീണ്ടും മൂവ് ആവും. ബ്രേക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ വണ്ടി ആദ്യം പരിചയപ്പെടുക. ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ഇതെല്ലാം നോക്കി ആക്സിലേറ്റർ കൊടുക്കണ്ട. നമ്മളെപ്പോഴും വണ്ടി ഓടിച്ച് പഠിക്കുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും ഗ്രൗണ്ട് സെലക്ട് ചെയ്യാൻ നോക്കുക. ഗ്രൗണ്ടിൽ വേണം നമ്മൾ ആദ്യമേ വണ്ടി ഓടിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ കുറച്ച് സ്പേസ് ഒന്നും ഉള്ളിടത്ത് നമ്മൾ ഒരിക്കലും വണ്ടി ഓടിച്ച് പഠിക്കാൻ നിൽക്കരുത്. ഗ്രൗണ്ടിൽ വേണം നമ്മൾ വണ്ടി ഓടിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഇന്ന് ഇത്ര വരെ ഉള്ളൂ. ഇത് അറിയാലോ. ഫസ്റ്റ് നമ്മൾ വണ്ടി ഓണാക്കിയതിന് ശേഷം വണ്ടി ന്യൂട്രലാണോ നോക്കുക. അത് കഴിഞ്ഞിട്ട് അങ്ങറ്റം തട്ടി ഫസ്റ്റ് ഇട്ട് കൊടുക്കുക. ക്ലച്ചിലെ കാല് പതിയെ റിലീസ് ചെയ്ത് കൊടുക്കുക. പതിയെ റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് വണ്ടി ഇങ്ങനെ മൂവ് ആവും. മൂവ് ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ബ്രേക്ക് കിട്ടുക. വീണ്ടും ഇങ്ങനെ കാല് പതിയെ റിലീസ് ചെയ്ത് കൊടുക്കുക. ക്ലച്ചിൽ നിന്ന് വണ്ടി മൂവ് ആകുമ്പോഴത്തേക്ക് ബ്രേക്ക് കിട്ടുക. അപ്പൊ നമ്മൾ കുറച്ചു നേരം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു കൺട്രോളും ക്ലച്ച് പതിയെ റിലീസ് ചെയ്യാനുള്ള ഒരു ഇതൊക്കെ നമ്മുടെ ബ്രെയിനിൽ ഓൾറെഡി സെറ്റ് ആവും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റോഡിൽ ഇറക്കാവുള്ളൂ. ഇതുവരെ ഉള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ തില്ലമ്മ ഇതെല്ലാം കേട്ടിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. തില്ലമ്മയ്ക്ക് കാർ ഡ്രൈവിംഗ് ഇഷ്ടമല്ല. ഞാൻ ഒരിക്കലും ഈ വണ്ടി ഓടിച്ച് പഠിക്കുന്നത് എപ്പോഴും നമ്മളൊരു ഇഷ്ടത്തോടെ ആയിരിക്കണം. നമുക്ക് ഇഷ്ടമല്ലാതെ നമ്മൾ ഓരോരുത്തർ വീട്ടുകാർ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. തില്ലമ്മയ്ക്ക് വണ്ടിയോട് അങ്ങനെ ക്രേസ് ഒന്നുമില്ല, ഇഷ്ടമല്ല. വണ്ടി ഓഫ് ചെയ്തിട്ട് സംസാരിക്കാം, ഭയങ്കര സൗണ്ട്. തില്ലമ്മയ്ക്ക് വണ്ടി ഓടിക്കാൻ ഇഷ്ടമല്ലെന്നല്ല, അങ്ങനെ സ്കൂട്ടിയും ബുള്ളറ്റും ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ കാറിനോട് എന്തോ താല്പര്യമില്ല. അതുകൊണ്ട് ഞാനങ്ങനെ പുഷ് ചെയ്യാറുമില്ല. ഇപ്പൊ നമുക്ക് ഇത്രയും നേരം തില്ലമ്മയാണ് വീഡിയോ എടുത്തോണ്ടിരുന്നത്. തില്ലമ്മയ്ക്ക് നമുക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്ന് ചോദിച്ചു നോക്കാം. അപ്പൊ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. വണ്ടി ഓഫ് ചെയ്യുക. വണ്ടി ഓഫ് ചെയ്തതിന് ശേഷം ഇനി ബാക്കി കാര്യങ്ങളെല്ലാം അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇപ്പോ ലെങ്ത് കൂടി പോവും. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോ ഇനി തില്ലമ്മയടുത്ത് ചോദിക്കാം എന്തൊക്കെയാ മനസ്സിലായേന്ന്. അപ്പൊ തില്ലമ്മ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് തില്ലമ്മേനെ ഡ്രൈവിംഗ് സീറ്റിലോട്ട് ഇരുത്തിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് ചോദിക്കാം. അടിപൊളി. തില്ലമ്മ എന്തെങ്കിലും മനസ്സിലായോ? എല്ലാം മനസ്സിലായി. അപ്പൊ എനിക്കിനി കാണിച്ചു തരണം കേട്ടോ എന്തൊക്കെയാണ് മനസ്സിലായി എന്നുള്ളത്. അങ്ങനെ തില്ലമ്മ കയറാൻ പോവുക. എന്തൊക്കെയാ തില്ലമ്മയ്ക്ക് മനസ്സിലായ ആദ്യം തൊട്ട് പറയും. ആദ്യം നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് സീറ്റ് ബെൽറ്റ് ഇടണം. അത് കഴിഞ്ഞിട്ട് ന്യൂട്രൽ ആണോ നോക്കണം. വണ്ടി ന്യൂട്രൽ ആണെങ്കിൽ എങ്ങനെയാണ് കിടക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാക്കും. അത് കഴിഞ്ഞിട്ട് ഇത് ഏതാ അതെന്തുവാ? ഇത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യണം അല്ലേ? ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യണം. പിന്നെ കീ ഓൺ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരു സൗണ്ട് കേൾക്കും. അത് കഴിഞ്ഞിട്ട് ഓൺ സ്റ്റാർട്ട് ചെയ്യാവൂ. അത് കഴിഞ്ഞിട്ട് ടയർ കറക്റ്റ് പൊസിഷനിലാണോ നോക്കണം. ഗ്ലാസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വണ്ടി ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ആക്സിലേറ്ററും എന്തോ ABC എന്തുവാ? ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്, ABC. അതെന്താ പറയാത്തെ? ആക്സിലേറ്റർ എന്തിനുള്ളതാ? ആക്സിലേറ്റർ
ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ എന്തോ പറ്റും? ഫ്രണ്ടിലോട്ട് പോകും. ബ്രേക്ക് അവിടെ സ്റ്റോപ്പ് ആവും. പിന്നെ ക്ലച്ചിന്റെ ആണെങ്കിൽ എന്തുവാ? ക്ലച്ച് ചവിട്ടിയിട്ട് ഫസ്റ്റ് ഇടണം. ഫസ്റ്റ് എങ്ങോട്ടാ കാണിച്ചേ? ഇത് ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ താഴെ സെക്കൻഡ്. അത് കഴിഞ്ഞിട്ട് തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, റിവേഴ്സ്. ഓക്കെ. ഇതെല്ലാം ക്ലച്ച് പിടിച്ചിട്ട് വേണം ഇടാനുള്ളത്. ക്ലച്ച് ചവിട്ടിയിട്ട് വേണം ഗിയർ ചേഞ്ച് ചെയ്തെടുക്കാം അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇട്ടതിന് ശേഷം പതുക്കെ ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്യണം. ഇച്ചിരി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ തന്നെ അപ്പോഴേ ബ്രേക്കും പിടിക്കണം. തില്ലമ്മ എന്തായാലും ഓണാക്കണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊക്കെ ഓണാക്കി പഠിച്ചാൽ മതി. ഇപ്പം ഇത്രയൊക്കെ മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ തില്ലമ്മ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് കേട്ടാണെന്ന് തോന്നി. ഇതുവരെ ഇങ്ങനെയൊന്നും മനസ്സിലാക്കിയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ പറയുന്നത്. അതും എല്ലാം ഓട്ടിച്ചെന്ന് പറഞ്ഞ്, എന്നാലും അത്രയൊക്കെ മനസ്സിലായല്ലോ. അപ്പം നിങ്ങൾക്കും അതുപോലെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.